സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCCയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. മുന്നണി വിപുലീകരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട്. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ നേരത്തെ കളം നിറയാൻ പോവുകയാണ് UDF എന്ന് തോന്നുന്നു. അതിൽ തന്നെ KPCCയും സ്ഥാനാർത്ഥികളെയൊക്കെ ആര് വേണമെന്നുള്ളത് നേരത്തെ തീരുമാനിക്കാൻ അവസാന നിമിഷത്തെ ഒരു സസ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. ഓരോ മണ്ഡലങ്ങളിലും ആരായിരിക്കും സ്ഥാനാർത്ഥികൾ അവരെടുത്ത് നിർദ്ദേശം നൽകി പ്രവർത്തിച്ചുകൊള്ളാൻ ഇപ്പോൾ തീരുമാനമാകുമെന്ന് തോന്നുന്നു. നേരത്തെ കളത്തിലിറങ്ങുകയാണ് എന്ന് തോന്നുന്നു അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അതുതന്നെയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം. വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമുണ്ടായത് നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താനുള്ള ഒരു ഇന്ധനമായി മാറി എന്നാണ് നേതാക്കൾ പറയുന്നത്. വൈകിട്ട് 5 മണിക്ക് KPCCയിലാണ് യോഗം നടക്കുന്നത്. KPCC ഓഫീസിലാണ് യോഗം നടത്തുന്നത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ യോഗത്തിനെത്തും. പ്രധാന അജണ്ട ഇത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് കളത്തിലിറക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ മുന്നണി വിപുലീകരണം കാര്യമായ ചർച്ചയാകും. ചില കക്ഷികൾ UDFിലേക്ക് പോകും എന്നുള്ള ഒരു സൂചന ഇതിനകം UDF നേതാക്കളിൽ തന്നെ ചിലർ നൽകിയിട്ടുണ്ട്. LDFിൻ്റെ ഭാഗത്ത് നിന്ന് പോകാനുള്ളൊരു സാധ്യത അത് ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ആ കക്ഷികൾ അത് നിശ്ചയിച്ചാൽ പോലും ആ കാര്യങ്ങളും ചർച്ച ചെയ്യും. മാത്രമല്ല PV അൻവറിൻ്റെയും CK ജാനുവിൻ്റെയും മുന്നണി പ്രവേശം അതും ഒരു ചർച്ചയായി കോൺഗ്രസിൻ്റെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം അത് കോൺഗ്രസ് ചർച്ച ചെയ്യും. അനുകൂലമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന വിലയിരുത്തൽ തന്നെയാണ് നേതാക്കളുള്ളത്. അക്കാര്യം യോഗത്തിൽ അവതരിപ്പിക്കും. കൂടുതൽ ചർച്ച ചെയ്യും. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. 3 മാസം മാത്രമാണ് മുമ്പിലുള്ളത്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി കളം പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അരുൺ, ഓക്കെ, അപ്പോൾ ഉഷാറാണ്. അങ്ങനെയാണെങ്കിൽ LDFും വരും. ചുരുക്കത്തിൽ TV പ്രസാദ്, ജനുവരി മുതൽ നമ്മൾ ഇലക്ഷൻ മൂഡിലേക്ക് പോകും അല്ലേ? ഉറപ്പായും അരുൺ, ജനുവരി മുതലാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആദ്യമുണ്ടായ ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ്. ആ ചൂടിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ രീതിയിൽ തന്നെ ചർച്ച സജീവമാണ്. BJP ആണെങ്കിൽ നേരത്തെ തന്നെ ഓരോ മണ്ഡലത്തിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളെ വെച്ച് കണക്ക് കൂട്ടി അവർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ. LDF നമുക്കറിയാവുന്നതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മളൊന്ന് ക്ലോസായി വാച്ച് ചെയ്താൽ സ്ഥാനാർത്ഥി ആരെന്ന് അറിയാൻ പറ്റും. അതായത് അപ്രതീക്ഷിതമായി ചില നേതാക്കന്മാർ ചില മണ്ഡലങ്ങളിലെ പരിപാടികളിൽ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവർക്ക് പാർട്ടി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മുന്നണികൾ അവരുടെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം അത് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കളം നിറഞ്ഞ് കളിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇനിയുള്ള 3 മാസം എന്നുള്ളത് ചങ്കിടിപ്പാണ് എല്ലാവർക്കും. എന്താകുമെന്ന് ആർക്കും അറിയില്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പിണറായി വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു കാരണവശാലും നടക്കില്ലെന്നും കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന് കിറ്റ് കൊടുത്തതുകൊണ്ടാണെന്നാണ് കോൺഗ്രസും UDFും പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആഞ്ഞടിക്കാൻ UDFും കളത്തിലുണ്ട്. BJPക്ക് എത്ര കിട്ടുമെന്നുള്ളതും ചോദ്യം തന്നെയാണ്. താങ്ക് യു TV പ്രസാദ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉഷാറാവാം. നമ്മളും ഏത് മൂഡ്? ഇലക്ഷൻ മൂഡ്. നമ്മളും പോവാണ്. TV പ്രസാദ്, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രസാദ് പറഞ്ഞതുപോലെ ജനുവരി മുതൽ ഇനി അങ്ങോട്ട് ഇലക്ഷൻ മൂഡായിരിക്കും. ഓരോന്ന് പറയുന്നതിനുമുണ്ടല്ലോ, അത് പറയുന്നതിനേക്കാൾ ആഴത്തിലുള്ള ഭാരമുണ്ടായിരിക്കും എന്നുള്ളതാണ് കാര്യം. അതെല്ലാത്തിനും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ പറയാൻ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വാക്കുകൾ ഉപയോഗിച്ച നേതാക്കന്മാർക്കും പാർട്ടികൾക്കും ഒക്കെ കൊള്ളാം. ഓരോ നീക്കവും രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഓരോ ദൃശ്യവും ഓരോ വാർത്തയും ആഴത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിരിക്കും.